നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും അവസരങ്ങൾ ലഭിക്കുന്നതാകുന്നു. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നവർക്ക് ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതുമാകുന്നു. അത്തരത്തിൽ തന്നെയാണ് പുതുവർഷത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കുക. പുതുവർഷം ഒരു പ്രതീക്ഷ തന്നെയാണ്. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും അത്തരത്തിൽ പല കാര്യങ്ങളും പലരും ചിന്തിക്കുന്നതാകുന്നു. എന്നാൽ ചിലർക്ക് പ്രാവർത്തികമാകുമ്പോൾ ചിലർക്ക് അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കണം എന്നില്ല. ഇതേ കാര്യങ്ങൾ തന്നെയാണ് പുതുവർഷ ഫലവുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ അവസരങ്ങൾ വന്നു ചേരും. അത് കൃത്യമായി ഉപയോഗിച്ചാൽ ആ വർഷം അവരുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാകൂ. അത്തരത്തിൽ പുതുവർഷത്തിൽ രാജയോഗ തുല്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവരുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരം മാത്രമാകുന്നു. ഒരു വ്യക്തിയുടെ ജാതകപ്രകാരം നോക്കിയാലാണ് കൃത്യമായ ഫലം പറയുവാൻ സാധിക്കുക. എന്നിരുന്നാലും പൊതുഫലപ്രകാരം 80% നക്ഷത്രക്കാർക്കും, അതായത് 80% വ്യക്തികൾക്കും ഫലങ്ങൾ കൃത്യമായിരിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ ഫലങ്ങൾ 80% വ്യക്തികളുടെ ജീവിതത്തിലേക്കും കടന്ന് വരുന്നതാകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ വർഷം വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം ഏറ്റവും ശുഭകരമായ ഒരു വർഷമായി മാറും എന്നാണ് പറയുവാൻ സാധിക്കുക. പുതുവർഷത്തിൽ നിരവധിയാർന്ന ഫലങ്ങൾ വന്നു ചേരും എങ്കിലും അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ഏതൊരു കാര്യത്തിലും വിജയങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഏതൊരു വ്യക്തിക്കും അനിവാര്യമായ ഒരു ഘടകമാണ് കാര്യപ്രാപ്തി എന്ന്. കാര്യപ്രാപ്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. പുതിയ സംരംഭങ്ങൾ നിങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ സമയമാണ് എന്നുകൂടി പറയാം. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ടും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാകുന്നു. പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്. അതിനാൽ തന്നെ 2024 സൗഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ പ്രമുഖമായ ഒരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനാൽ 2024 എന്ന വർഷം നിങ്ങൾക്ക് ഏറെ അനുകൂലമായി മാറും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരും. ഇത്തരത്തിൽ നിരവധിയാർന്ന ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം തന്നെയാണ് ഇത്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി വളരെയധികം ഉന്നതി ലഭിക്കുന്ന ഒരു വർഷമാണ് ഇത്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. പുതിയ സാമ്പത്തികപരമായ സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ധനസ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വർഷിക്കും. എന്നാൽ നല്ല മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ മേഖലയിലും അതേപോലെ തന്നെ വിദ്യയിലും ജോലിയുമായി ബന്ധപ്പെട്ടും വളരെയധികം ഉയർച്ച നേടിത്തരും എന്ന കാര്യവും ഓർത്തിരിക്കണം. അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ അസുഖങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോവുകയും ജീവിതത്തിൽ മനസ്സമാധാനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യത്തിനും എടുത്തുചാട്ടം പാടുള്ളതല്ല എന്ന കാര്യമാകുന്നു.
എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് എങ്കിൽ പരാജയങ്ങൾ വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ധനപരമായ ഉയർച്ച എന്ന് പറയുമ്പോൾ തന്നെ മനസ്സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരികയും ദാമ്പത്യപരമായ ജീവിതത്തിൽ വളരെ അനുകൂലമായ സമയം കൂടിയാണ് എന്ന് പറയാം. തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാണ് ഇത്. അതിനാൽ വിവാഹ കാര്യങ്ങൾ നോക്കുന്നവർക്ക് ഈ വർഷം പൊതുവെ അനുകൂലമാകുന്നു. ഈ സമയം പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിവാഹം നടക്കുക തന്നെ ചെയ്യും. അതിനാൽ വിശാഖ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാകുന്നു. അനിഴം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പ്രധാനമായും 2024 സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാകുന്നു. അതിനാൽ തന്നെ പ്രതീക്ഷിക്കാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ വന്നു ചേരും. ഒന്നിലധികം സാമ്പത്തികപരമായ സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എങ്കിൽ അവർ നടത്തിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അഥവാ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടുവാൻ സാധ്യത കൂടുതലുള്ള വർഷം കൂടിയാണ് ഇത്. വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുന്നവരാണ് എങ്കിൽ വിവാഹം നടക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രധാനമായും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളരുത് എന്ന കാര്യം ഇവർ ഓർത്തിരിക്കുക. അത് അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാകുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സമയമാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം എന്ത് കാര്യം ചെയ്യുകയാണ് എങ്കിലും ആലോചനയോടെ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും. സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ സന്താനലബ്ധിക്കുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. തൊഴിൽപരമായ ഉയർച്ച ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ 2024 ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച നിങ്ങൾക്ക് കരസ്ഥമാക്കാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു. മൂലം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് 2024 നിങ്ങൾക്ക് ഏറെ ഗുണകരമായ ഒരു സമയമാകുന്നു. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം അവസാനിച്ച് ജീവിതത്തിലേക്ക് ഐശ്വര്യവും സൗഭാഗ്യവും തേടിയെത്തുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും പെട്ടെന്ന് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പല വഴികളിലൂടെ ശോഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. നേതൃനിരയിലേക്ക് വരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ സമയം തന്നെയാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഉയർച്ച പല വഴികളിലൂടെയും നേടിയെടുക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം അനുകൂലമാണ് 2024. അതിനാൽ ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുണകരമായ വർഷമാണ് ഇത്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടിയിരുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ ഇത്തരം പ്രയാസങ്ങൾ വഴിമാറുന്ന ഒരു സമയമാണ് 2024. അതിനാൽ കൈകളിലേക്ക് ധനം വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ 2024 കടക്കുമ്പോൾ തൃക്കേട്ടക്കാരുടെയും രാജയോഗം തെളിയുന്നു എന്നതാണ് വാസ്തവം. രാജയോഗവും സമ്പന്നയോഗവും തേടി വരുന്ന സന്ദർഭം കൂടിയാണ് ഇത്. അതിനാൽ പ്രതീക്ഷിക്കാതെ ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരും. ഏറെ അനുകൂലമായ സമയങ്ങളാണ് ഇത്. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരവസരം കൂടിയാണ് ഇത്. ഈശ്വരൻ പല ആഗ്രഹങ്ങളും നടത്തിത്തരുന്ന അവസരം കൂടിയാണ് എന്ന് തന്നെ പറയാം. ആഗ്രഹ സാഫല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹ പൂർത്തീകരണത്തിനായി ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ജോലി ലഭിക്കാനും കലാകാരന്മാർക്ക് കലയിൽ ഉയർച്ച നേടുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. അനുകൂലമായ സമയം.
ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ വർഷമാണ് ഇത്. രാജയോഗതുല്യമായ സമയത്തിലേക്കാണ് ഇവർ കടന്നു വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ സമയം വന്നു ചേരും. ജീവിതത്തിൽ അഭിമാനകരമായ നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായും അല്ലാതെയും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ. 2024 അത്ഭുതങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. എഴുതി തള്ളി വിട്ടവർക്ക് നിങ്ങളെ അംഗീകരിക്കേണ്ട സമയമാണ് ഇത്. ഭാഗ്യം വരുന്ന വർഷമാണ് ഇത്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട സമയം എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇഷ്ടദേവതയെ മുടങ്ങാതെ പ്രാർത്ഥിക്കുക. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കൊപ്പം ഇവരുടെ ജീവിതത്തിൽ മനസമാധാനം കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും അനുകൂലമാണ് ഈ വർഷം. പുതിയ തൊഴിൽ, അതേപോലെ തന്നെ കലാപരമായ ഉയർച്ച, വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച, കൂടാതെ തൊഴിൽ മാറുവാൻ അനുകൂലമായ സമയം തുടങ്ങിയ ജീവിതത്തിൽ അനിവാര്യമായ പല കാര്യങ്ങളും നടക്കുന്ന ഒരു വർഷം കൂടിയാണ് 2024. അനുകൂലമാണ് ഇവർക്ക് സമയം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കഷ്ടനഷ്ടങ്ങൾ ഒഴിവായി പോകുന്ന വർഷമാണ് ഇത്. നേട്ടങ്ങളുടെ കൊടുമുടി കയറാൻ പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. സന്താനയോഗം, മംഗല്യയോഗം എന്നിവയെല്ലാം ലഭിക്കുന്ന സമയം. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാര്യവും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടില്ല എന്നതാകുന്നു. ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് ഇത്. ഈ സമയം ഏത് കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും ഭാഗ്യം തുണയ്ക്കുകയും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്നില്ല. കലാകാരന്മാർക്ക് ഉയർച്ച നേടാം. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ കരസ്ഥമാക്കാം. വിദ്യയിൽ ഉയർച്ച നേടാം. എന്നിങ്ങനെ നിരവധിയാർന്ന അവസരങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ വിജയങ്ങൾ കരസ്ഥമാക്കാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർക്കും ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. രോഗസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എങ്കിലും അതെല്ലാം ഒഴിവായി പോകുന്ന അവസരമാണ് ഇത്. ഏത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും ആ കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികപരമായ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. വിദേശത്ത് പഠിക്കുവാനും അതേപോലെ ജോലി ചെയ്യുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. ഏത് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്നുവോ അതെല്ലാം ഇരട്ടി നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകും. അത്തരത്തിൽ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. രാജയോഗതുല്യമായ നിരവധിയാർന്ന ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിനാൽ ഈ സമയം ഏറ്റവും അനുകൂലമാണ് നിങ്ങൾക്ക്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണം നക്ഷത്രക്കാർക്കും ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. നന്മ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം. ഏത് കാര്യവും അനുകൂലമായി മാറ്റുവാൻ സാധിക്കുന്ന വർഷം. കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ നിന്നും അകലുന്ന സമയം. കൂടാതെ സ്ത്രീകൾക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സൗഭാഗ്യങ്ങൾ തന്നെ വന്നു ചേരും. പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ജോലിയിൽ ഉയർച്ച, അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. മത്സര പരീക്ഷകളിൽ പെട്ടെന്ന് തന്നെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അതേപോലെ കലാകാരന്മാർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. വിദേശത്തേക്ക് പോകുവാനും വിദേശത്ത് പഠിക്കുവാനും ജോലി ലഭിക്കുവാനും സാധിക്കുന്ന വർഷം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കാം. ഉയർച്ച എളുപ്പത്തിലായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക.